രണ്ടാമത്തെ മീനടിച്ചത്. അയ്യോ അടിച്ചു അയച്ചു. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും മലബാർ ആംഗ്ലേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയോട് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് ബ്രാവിൻ്റെ സിൽക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രോഗും കൊണ്ടാട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് മീൻ അടിക്കുമെന്ന് നോക്കാം കേട്ടോ. ഒരു അടിപൊളി ഫ്രോഗാണ്, നല്ല സോഫ്റ്റ് ഫ്രോഗ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് മീൻ അടിക്കുമെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് വൈക്കാസ്റ്റ് കേട്ടോ, അബൂക്കാസിൻ്റെ പ്രോമാക്സ് 4L, അതേപോലെ റോഡ് പരാജിക് ഡ്രൈവിൻ്റെ നമ്മാട് കാസ്റ്റ് കേട്ടോ. അത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിന്ന് കാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഗ്രേഡ് ജാബിലേറ്റ് കേട്ടോ. അപ്പോൾ മീൻ അടിക്കാൻ നോക്കാം. ഓക്കെ, അയ്യോ എന്താടി അടിച്ചത്? തൊട്ടടുത്തല്ലേ? എത്ര അടുത്തുനിന്ന് അടിച്ചത്? മീൻ വരുന്നുണ്ടീനാ? അയ്യോ അടിച്ചു അയച്ചു. അടിച്ചു അവിടെ കുടിയാ? ആ പോന്നു. അങ്ങനെ രണ്ടാമത്തെ മീൻ അടിച്ചിട്ട് അങ്ങോട്ട് എടുത്തിട്ട് രണ്ടാമത്തെ മീൻ അടിച്ചിട്ടാ. അയ്യോ നോയിബിൻ്റെ ഫ്രോഗിലായിട്ട് അടിച്ചുകൊണ്ട് സീസണിൽ വരാലാണ്, അല്ല ചേരാനാണ്. രണ്ട് മീനായിട്ടാ. അത് നമ്മളിവിടെ പറ്റൂലണേ, നമ്മളിവിടെ കിട്ടിയിട്ട കാര്യം. നമ്മൾ ഈ ഇട്ടടുത്ത് ഇങ്ങനെ കറങ്ങാനേ അതുകൊണ്ട് കാര്യമില്ല. നല്ല ഓൽക്കാറല്ലേ എല്ലായിടത്തേക്കും പോവാം, കടലിലേക്കും പോവാം, കായലിലേക്കും പോവാം. ഓൽക്കാറ കിലോമീറ്ററോളം ഓടാതായിട്ട്. അങ്ങനത്തെ ഉണ്ട് ഇവിടെ. 1 ലക്ഷം റുപ്യേൻ്റെ സാധനം ഉണ്ട്, ഫൈബറിൻ്റെ ഒരു ചോപ്പ്. നമ്മൾ ഫയർ ഫോഴ്സിൻ്റെ അടുത്തൊക്കെ ഇല്ലേ, അതിൻ്റെ ഒരു ഒടിക്ക് ചെറുത്, അതിന് മോട്ടർ വെക്കാൻ പറ്റിയുണ്ട്. അയ്യോ ലേസ് മീൻ അടിച്ചു കേട്ടോ. ഇത് ഇങ്ങോട്ടേണ്ട പോയിണ്ടത്. അയ്യോ ലേസ് നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട് ബ്രാവൻ്റെ ഫ്രോഗിലാട്ടാ. സിൽക്കിൽ സീസൺ ഉണ്ടല്ലേ. മൂന്നാമത്തെ മീനാട്ടെ ഗൈസ്. ഇതിന് ഉക്കിൻ്റെ അവസ്ഥ എന്താ അറിയില്ലെന്ന്. ഫ്രോഗ് കൂടെ തൊള്ളൻ്റെ അടുത്ത് കാണുന്നുണ്ട്. എടുത്തിട്ടോ. അയ്യോ കഴിച്ചില്ലായി യാനെ. കൈകൊണ്ടാ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടേ. അപ്പം അങ്ങനെ മൂന്നാമത്തെ മീൻ കയറിയിട്ട് ഗൈസ്. കിടിലും ചെറല്ലേ. രണ്ടാമത്തിൻ്റെ ഒക്കെ സീസൺ ഉണ്ടല്ലേ. ബ്രാവൻ്റെ ഫ്രോഗിലാട്ടോ. ബ്രാവൻ്റെ സിൽക്കി ഫ്രോഗിലാണ് പോകുന്നത് കേട്ടോ. ഈ ഫ്രോഗിലാണ് കയറിയിട്ടുള്ളത്. ഓക്കെ, സൈസിൽ കയറാൻ. ഇവാകണ അവിടെ നോടല്ലേ മീൻ കിട്ടണേ ഇവാകല്ലേ.
അയ്യോ ഗൈസ് മീൻ അടിച്ചു കേട്ടോ. അയ്യോ പറ്റില്ല പറ്റില്ല. അയ്യോ സൈസുള്ളടാ, നല്ല ട്രാഗ് എടുത്ത് പോകും. ഹെവി സൈസ് മീനാണ് കേട്ടോ. പ്രാവൻ്റെ ഫ്രോഗിലായിട്ട് അടിച്ചിരിക്കണത്. പ്രാവൻക്ക് സിൽക്കി ചെറുതനാണ്. ഞാനും വിശേഷം എന്താ സാർ ട്രാഗ് എടുത്ത് പാഞ്ഞിട്ടേ അല്ലേ മേടി സീസണുള്ളൂ. വലിയ സൈസ്. ആ അത് ചിലപ്പോൾ വേറെ എവിടെയും മറുമ്പത്ത് കൊണ്ടുണ്ട്. അയ്യോ പൊക്കിയിടേ യാ മോനെ പൊളി പൊളി. ആ അങ്ങനെ 4ാമത്തെ മീനും കയറി ഗൈസ്. കുറച്ച് അടങ്ങിക്കും. ഇത് കാണാത്തതുകൊണ്ടേ സമാധാനമായിട്ട് പോവില്ല. അങ്ങനെ 4ാമത്തെ മീനും കയറിയിട്ട് ഗൈസ്. പ്രാവിൻ്റെ ഫ്രോഗിലാണ്. പ്രാവോ സിൽക്കി കയറിക്കണം കേട്ടോ. നല്ലോണം ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതാണ് സമാധാനം. ഞാൻ നല്ല സൈസുള്ള കേടുന്നിട്ട് അടങ്ങണില്ല. മീനറ്റ് മാറിപ്പോയ ഞാൻ ഉണ്ട് ഓടും ചേച്ചിയാണ് ഈ ട്രാഗ് എടുത്തിട്ട്. ഈ ഫ്രോഗിലായിട്ട് അടിച്ച് ഗൈസ്. ഈ കിടക്കുന്ന ചേറാണ് പൊളി സാധനം. എടുക്കട്ടെ. പാറണ്ടാ കല്ലുണ്ടടാ. കുറച്ചും കൂടെ ഇങ്ങോട്ടായി തട്ടുമോ? പോ അയ്യോ മീനടിച്ചിട്ടോ ഗൈസ്. ഇതൊക്കെ പായോട്ടോ പുറത്തേക്ക്. ട്രാഗ് എടുക്കണ്ടേ? ആ പ്രാവിൻ്റെ ഫ്രോഗ് തന്നെ കേട്ടോ. സിൽക്കിയിൽ ഓ സൈസ് ഉണ്ട് കേട്ടോ. സൈസ് ഉണ്ട്. ഇത് വല്ലാതെ ഫ്രോഗ് കാണുന്നുണ്ട് കേട്ടോ. ഫ്രോഗ് കാണുന്നുണ്ട്. ആ ഒക്കെ അയക്കണം കയറി. ഓ ഇവാ അതാണ് പോയിൻ്റും ഉണ്ട്. ആടാ സൈസ് ഉണ്ട് കേട്ടത്. നെറ്റ് നിർബന്ധം തീരെ.
കണ്ണും കൂടിയേ അവികോ അതൊന്ന് നോക്കേ അവിടെ എടുക്കാൻ കഴിയുമോ ഞാൻ എടുക്കണ ഒരു ഇത് യാ മോനെ സൈസില്ലേ ആ ഹെവി സൈസ് വെറുതെ ട്രാഗ് എടുത്ത് പോവാഞ്ഞത് എന്തായാലും ഇതെന്തായാലും പോവില്ല കണ്ണുകൂടി കയറിക്കണം കണ്ണുകൂടെ പുറത്ത് കയറിക്കണം കണ്ണുകൂടി മാത്രം കയറിയുള്ളൂ അല്ലേ അത്ര ടൈം എടുത്തിട്ട് അവിടെ എങ്ങനെയാ ഉള്ള കൂട്ടിയും ചെറുതായിട്ട് പൊട്ടും അതായത് പാറക്കൂടത്തുനിന്ന് എടുത്തിട്ട് ആലോചിക്ക് മോനെ ഹെവി എന്ന് പറഞ്ഞാൽ ഹെവി സൈസ് കേട്ടോ കണ്ണുകൂടെ ഇട്ട് കയറിക്കണത് ഹെവി സൈസ് ചേരാട്ടോ ബ്രാവൻ്റെ സിൽക്കിയിലാണ് അടിച്ചത് കേട്ടോ ഉണ്ടോ എമ്മാ സൈസ് മുതലേ അറിയില്ല ഹെവി സൈസ് മീൻ അടിപൊളി ഒരു 2 kg പ്ലസ് ഉണ്ടാവും അല്ലേ 2.5 കിലോ എന്തായാലും 2.5 കിലോ എന്തായാലും ഉണ്ടാവും കേട്ടോ അടിപൊളി ചേറാന് നമുക്കിന്ന് കയറിയിട്ടുള്ള മീനുകളാണ് അതൊക്കെ നല്ല ഹെവി സൈസ് ചെറുമീനുകൾ